തിരിച്ചറിയണം. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ വോട്ട് അല്ലെങ്കിൽ മതേതര വിശ്വാസികളുടെ വോട്ട് മാത്രമല്ല, ഇടതുപക്ഷത്ത് വളരെ മൗനമായി ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വികാരം കൊള്ളുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ മുഴുവൻ വോട്ടും നമുക്ക് അനുകൂലമായി അംഗത്തട്ടിലിൽ പടവരുതാൻ 18 അടവുകളും പഠിപ്പിക്കഴിഞ്ഞ അംഗചേകവന്മാരുടെ പടയോട്ട ഭൂമികയിലേക്ക് വടകര പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി കെ മുരളീധരൻ കടന്നു വരികയാണ്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും സുക്കൂറിന്റെയും ടിപിയുടെയും അസ്ലമിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ കൊലപാതക രാഷ്ട്രീയത്തെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ആദർശ രാഷ്ട്രീയത്തിന്റെ അമരക്കാരന് നാദാപുരത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വടകര നിയോജക മണ്ഡലത്തിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്നതിനപ്പുറം അദ്ദേഹം എനിക്ക് സഹോദര തുല്യനായിട്ടുള്ള, ഒരിക്കൽ ശ്രീ കെ കരുണാകരൻ എനിക്ക് 2 പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂടെ പിറക്കാതെ അദ്ദേഹത്തിൻ്റെ സഹോദരനായി എന്നെ പരിഗണിച്ച ശ്രീ കെ കരുണാകരൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ശ്രീ കെ കരുണാകരൻ എന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ CH മുഹമ്മദ് കോയ എന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കേരളത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കെ കരുണാകരനെ വിസ്മരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹം മാറി നിന്ന് കൊടുത്തുകൊണ്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ CH മുഹമ്മദ് കോയ ആകട്ടെ എന്ന് പറഞ്ഞ ആ സാഹചര്യം, ചരിത്രം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് മൊത്തത്തിൽ പറയുന്ന കൂട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷമാക്കി മാറ്റുക എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ബഹുമാന്യരെ, അത്യന്തം ആവേശകരമായ സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊരുതുന്ന പടത്തലവൻ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ അഭിമന്യനായ സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മഹാനായ കെ കരുണാകരന്റെ പൊന്നോമന പുത്രൻ ശ്രീ കെ മുരളീധരൻ അവറുകൾ ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിമന്യനായ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ അവറുകളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു സന്തോഷ വാർത്ത, CPIയുടെ നേതാവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിട്ടുള്ള വാണിമേലിലെ PV അഹമ്മദ് മാസ്റ്റർ ഇടതുപക്ഷ മുന്നണിയുടെ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ശ്രീ മുരളീധരൻ അവറുകളെ ഹാരമണിയിച്ച് സ്വീകരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ബഹുമാന്യരെ, അടുത്തായി നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട്
APCCയുടെ പ്രിയങ്കരനായ സെക്രട്ടറിയും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പണപരിധിയിട്ടുള്ള അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ നിങ്ങളെ അഭിമുഖീകരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളും. വേദിയിൽ ഉപവിഷ്ടരായ ഒരു ചെറിയൊരു അപേക്ഷയുണ്ട്. സ്റ്റേജിന്റെ മുമ്പിന്ന് രണ്ട് ഭാഗത്തു നിന്ന് മാറിക്കൊടുക്കണമെന്നൊരു അപേക്ഷയുണ്ട് എല്ലാവർക്കും. ആർക്കും വിഷമമുണ്ടാവരുത് പറഞ്ഞില്ല. വേദിയിൽ ഉപവിഷ്ടരായ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കളെ, ഈ മഹാസമ്മേളനത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളേവരും കാത്തിരിക്കുന്നത് ആരാധ്യനായ ശ്രീ കെ മുരളീധരന്റെ വാക്കുകൾക്കായിട്ടാണ്. അദ്ദേഹത്തെ ഇരുത്തി ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നത് ഒരധിക പ്രസംഗമാവുമെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യമേ പറയുന്നുള്ളൂ. നമ്മളൊക്കെ കോൺഗ്രസ് നേതൃത്വത്തോടും UDF നേതൃത്വത്തോടും ആവശ്യപ്പെട്ടത് ഒരു നല്ല സ്ഥാനാർത്ഥിയെ തരണമെന്നാണ്. ഒരു പത്രപ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയുണ്ടായി. കോൺഗ്രസും UDF-ഉം ആവശ്യപ്പെട്ടത് 22 കാരറ്റ്, കിട്ടിയത് 916. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയെ വന്നതോടുകൂടി മറ്റൊരു ഫേസ് പോസ്റ്റിംഗ് വന്നു. അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് എങ്ങനെ എത്തിക്കുന്നുള്ള വിഷയം, അത് എളുപ്പമെത്തിക്കാം. പക്ഷെ എങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ചർച്ച എന്നാണ് മറ്റൊരു ഫേസ് പോസ്റ്റിംഗ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ സ്ഥാനാർത്ഥി ചർച്ചാ വിഷയമാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അദ്ദേഹം സ്ഥാനാർത്ഥിയായതോടുകൂടി വിജയത്തെക്കുറിച്ചല്ല ചർച്ച, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ്. എത്ര വോട്ടിന് കെ മുരളീധരൻ ജയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ എന്നെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് മത്സരിക്കുവാനും നിങ്ങളുമായി അടുത്തിടപെടുവാനും എനിക്ക് അവസരമൊരുക്കിയ നേതാവാണ് ശ്രീ കെ മുരളീധരൻ. അതുകൊണ്ട് ഈ നാദാപുരത്തുകാർക്ക് വേണ്ടി, നാദാപുരത്തെ UDF-ക്ക് വേണ്ടി ഹൃദയത്തിലേറ്റി ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ വരവേൽക്കുകയാണ്. ഞാൻ നാദാപുരത്തെ പല സമ്മേളനങ്ങളും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങനെയൊരു സമ്മേളനം, അതും ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഇങ്ങനെ നടക്കുക, അതാണ് പറയുന്നത് ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന്. അതാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം LDF-കാരൻ ഇപ്പൊ ചില ഉപപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. മുരളീധരൻ തെരഞ്ഞെടുപ്പ് തോറ്റിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്നേ പറയുന്നുള്ളൂ, സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും കുറ്റം പറയുന്നില്ല. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ടിനായി കൈകൂപ്പി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷെ ആ സ്ഥാനാർത്ഥിയോട് വേറൊരു ചെറിയ കുട്ടി കൈകൂപ്പിയിരുന്നു. അരിയിൽ ഷുക്കൂർ എന്ന 19 വയസ്സുകാരൻ. അവൻ കൈകൂപ്പിയത് വോട്ടിനായിരുന്നില്ല, അവന്റെ ജീവനായിരുന്നു. ആ ജീവൻ നഷ്ടപ്പെടുത്തിയ വ്യക്തിയൊക്കെ ജയിപ്പിക്കണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. നാദാപുരവും വടകരയും സമാധാനം ആഗ്രഹിക്കുന്നു. നാദാപുരവും വടകരയും ശാന്തിയും സമാധാനം ആഗ്രഹിക്കുന്നു. അതിന് കെ മുരളീധരൻ ജയിച്ചേ മതിയാവൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ചില CPM-കാരൊക്കെ ധാരണയുണ്ട്, തടഞ്ഞു വെച്ച് ബൂത്ത് പിടിച്ച് അക്രമം നടത്തി ജയിച്ചവരെ ഞാൻ പറയുന്നു, മക്കളെ, ഇത് വിത്ത് വേറെയാണ്. കെ കരുണാകരന്റെ മകനാണ്. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ വടകര UDF-കാർ എല്ലാവരും ഉണ്ടാവും. ഞാൻ നിർത്തുന്നു. നമുക്ക് വേണ്ടത് MP-ആയ കെ മുരളീധരനെയല്ല. ദൈവം സഹായിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ശക്തനായ ഭരണാധികാരിയെ മാറ്റാൻ മുരളീധരന് സാധിക്കട്ടെ, മുരളിയേട്ടന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിനായി, നല്ല വിജയത്തിനായി നമുക്ക് ഒറ്റക്കെട്ടായി പൊരുതാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടിയാണ്. ആ കമ്മിറ്റിയുടെ പാനൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി NK മൂസ മാസ്റ്റർ ഇവിടെ വായിക്കും. ശ്രീ ജോൺ ഭൂതഗിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഘടകകക്ഷികളുടെ സമുന്നത ഷാജി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. അതവരൊക്കെ പ്രസംഗിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പ്രസംഗിക്കും. ഈ ലിസ്റ്റ് വായിക്കുന്നതിന് വേണ്ടി മൂസ മാസ്റ്റർ ക്ഷണിച്ചു. സഹോദരന്മാരെ, ലിസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ചെറിയൊരു അഭ്യർത്ഥന. ആ അഭ്യർത്ഥന ഞാൻ വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പലരും പല പുണ്യകർമ്മത്തിനും പോകും.
എല്ലാ സമുദായവും പോകും. ഹിന്ദു സമുദായം പോകും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോകും, പലരും ഇന്ത്യ വിട്ടും പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏപ്രിൽ 23-ന് ശേഷമേ അത്തരം പുണ്യകർമ്മക്ക് പോകേണ്ടതുള്ളൂ. അതാണ് ഏറ്റവും വലിയ പുണ്യം എന്നാണ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാദാപുരം നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരികൾ ബഹുമാന്യരെ, ഇനി നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ അവர்கள் സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ സെബാസ്റ്റ്യനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. വേദിയിൽ ഉപേക്ഷിതരായ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കരുത്തരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, നാദാപുരം നിയമസഭാ നിയോജകമണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള വളരെ സന്തോഷം ഈ സന്ദർഭത്തിൽ ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. നാദാപുരം നിയോജകമണ്ഡലമൊക്കെ ആയിട്ട് വളരെ വർഷങ്ങളായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. കോഴിക്കോടിൻ്റെ ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിലും എല്ലാം ഞാനിവിടെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഒരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാദിലി സാഹിബ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ 92 അന്നത്തെ UDF സർക്കാരിൻ്റെ 1-ാം വാർഷികം അന്ന് ഇടതുമുന്നണി മൊത്തം ബഹിഷ്കരിച്ചപ്പോൾ അന്ന് ഉദ്ഘാടകനായിട്ട് ഞാനിവിടെ വരികയുണ്ടായി. നമ്മുടെ അധ്യക്ഷൻ അഹമ്മദ് പുന്നക്കലിൻ്റെ ഇലക്ഷനും പ്രചാരണം ഉൾപ്പെടെ നിരവധി യോഗങ്ങളിൽ നാദാപുരത്ത് പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാനും ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് എനിക്ക് അന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇന്ന് അവിചാരിതമായിട്ടാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. കാരണം നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ തലസ്ഥാനത്ത് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്താനുള്ളതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ളത് അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ UDFൻ്റെ നേതാക്കന്മാർ എന്നോട് വളരെ നിർബന്ധപൂർവ്വം ഇങ്ങനൊരു വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് സൂചിപ്പിച്ചപ്പോൾ ഒരു ഉത്തരവാദിത്വമുള്ള UDF പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ നിർദ്ദേശം ഞാൻ അംഗീകരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം 21-ാം തീയതി വടകരയിൽ വന്ന് ഇറങ്ങിയത് മുതൽ ഇന്ന് നാദാപുരത്തെ ഈ മഹാസമ്മേളനം വരെ എല്ലാ ദിവസങ്ങളിലും ഓരോ യോഗങ്ങളിലും കാണുന്ന ജനങ്ങളുടെ ആവേശം, അത് എൻ്റെ പാർലമെൻ്ററി ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. ഇത്ര ഒരു ആവേശം മുൻകാലങ്ങളിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട 89-ലും
മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആവേശവും സന്തോഷമൊക്കെ കാണാറുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ മുനീർ വളരെ വിശദമായി പറഞ്ഞു കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ കാറ്റിൽ പറത്തിയ നിരവധി സംഭവങ്ങളുണ്ടായി. ഒരുപാട് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന സർക്കാർ ഹൈടെക് വികസനം മുതൽ പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ 5 വർഷം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച നിരവധി സംഭവങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് പോലും ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി. എന്തിനധികം പറയുന്നു, നോമ്പ് കാലത്ത് നോമ്പ് തുറയ്ക്ക് വേണ്ടി വാങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ ആട്ടിറച്ചിയും കോഴിയിറച്ചിയുമായി വീടുകളിലേക്ക് പോയ വൃദ്ധന്മാർ മുതൽ 15 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ നടു റോട്ടിലിട്ട് തല്ലിക്കൊന്ന സംഭവങ്ങളുണ്ട്. അത് കൊല്ലാൻ പറഞ്ഞ കാരണം ഇത് മറ്റേ കോഴിയിറച്ചി ആട്ടിറച്ചിയൊന്നുമല്ല, ഇത് പശുവിറച്ചിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നിർദാക്ഷിണ്യം അവരെ തല്ലിക്കൊല്ലുന്നത്. ഇതിനെല്ലാം പുറമെ 8 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ച് പിച്ചി ചീന്തിയ സംഭവത്തിനും ഈ രാജ്യം സാക്ഷ്യം വഹിച്ചു. നമുക്കറിയാം, വിവിധ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. എല്ലാവരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള നയം തന്നെയാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ള നയം എന്ന് പറയുന്നത്. ഞാനിന്ന് ബാഫക്കി തങ്ങൾ കോളേജിൽ ഇന്ന് വോട്ട് ചോദിച്ചിരുന്നപ്പോൾ SFIയുടെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ശബരിമലയിലെ ആചാരങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കണം എന്നതാണ് എൻ്റെ നയം, അതാണ് എൻ്റെ പാർട്ടിയുടെ നയം, അതാണ് എൻ്റെ മുന്നണിയുടെ നയം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഭരണഘടനയും വിശ്വാസവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തുവാണ്? ഞാൻ പറഞ്ഞു, ഭരണഘടനയും വിശ്വാസവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിശ്വാസങ്ങൾ സംരക്ഷിക്കേണ്ട നിയമം നിർമ്മിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തം. ഷബാനു കേസിലെ വിധി വന്നപ്പോൾ അത് ശരീഅത്ത് നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംശയമുണ്ടായപ്പോൾ അന്ന് പാർലമെന്റ് അംഗമായിരുന്ന ഭരത് വാല സാഹിബ് ഒരു സ്വകാര്യ പ്രമേയം ലോക്സഭയിൽ കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയത്തിൻ്റെ അന്തസ്സത്ത ഏറ്റെടുത്തുകൊണ്ട് ഒരു ഔദ്യോഗിക പ്രമേയം കൊണ്ടുവന്ന് ശരീഅത്ത് നിയമങ്ങളെ സംരക്ഷിച്ചത് ശ്രീ രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഭരണഘടനയും വിശ്വാസങ്ങളും ഏറ്റുമുട്ടുമ്പോൾ വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ശബരിമല വിഷയവും മുത്തലാഖ് വിഷയവും 2 രീതിയിലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കൈകാര്യം ചെയ്തത്. അവിടെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ഒരു നയം എന്ന് പറയുന്നത്. കാരണം വ്യത്യസ്ത മതങ്ങളിൽ ഉള്ള വ്യത്യസ്ത ആചാരങ്ങൾ അത് ഈ മണ്ണിൽ സംരക്ഷിക്കപ്പെടണം. ആചാരങ്ങൾ പാലിക്കാനുള്ളതാണ്, അനാചാരങ്ങൾ ലംഘിക്കാനുള്ളതാണ്. അനാചാരങ്ങളുടെ എന്നെ ലംഘിച്ചു കഴിഞ്ഞു. അതാണ് നവോത്ഥാന നായകന്മാർ. അവർ അനാചാരങ്ങൾക്കെതിരായിട്ടാണ് പോരാടിയത്, ആചാരങ്ങൾക്കെതിരായിട്ടല്ല. അപ്പോൾ ആചാരങ്ങൾ നമ്മുടെ മണ്ണിൽ സംരക്ഷിക്കണം. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പറഞ്ഞ ശബരിമല വിഷയത്തിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ നയം തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു. അത് വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ വേണമെങ്കിൽ നിയമം നിർമ്മിക്കായിരുന്നല്ലോ. ശബരിമലയിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം എന്തുകൊണ്ട് പാർലമെന്റിൽ പാസ്സാക്കിയില്ല?
അങ്ങനെ പാസ്സാക്കിയിരുന്നെങ്കിൽ എല്ലാ കക്ഷികളും, മാർക്സിസ്റ്റ് പാർട്ടി ഒഴികെയുള്ള എല്ലാ കക്ഷികളും അതിനെ പിന്താങ്ങുമായിരുന്നില്ലേ? അപ്പൊ അവർക്ക് വിശ്വാസമല്ല വലുത്, അവർക്ക് വലുത് വോട്ടാണ്. നിരീശ്വരവാദം പോലെ തന്നെ അപകടമാണ് കപടഭക്തി. അതാണ് ശബരിമലയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വീകരിച്ച നയം എന്ന് പറയും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ വിശ്വാസങ്ങൾ ലംഘിക്കപ്പെട്ടു, ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടു. ഇതിനെല്ലാം പുറമെ ഒരു പ്രധാനമന്ത്രിയുടെ അന്തസ്സിന് ചേരാത്ത പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായി. എന്തെല്ലാം അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ സ്വദേശത്തെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓരോ വിദേശ യാത്രകളിലും നെഹ്റുവിനെ അപമാനിക്കാൻ, നെഹ്റു കുടുംബത്തിനെ അപമാനിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിയോജക മണ്ഡലത്തിൽ ഒരു തോക്ക് ഫാക്ടറിക്ക് തറക്കല്ലിടാൻ പോയപ്പോൾ അന്നത്തെ മോഡിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്താ മോഡി പറഞ്ഞത്? നിങ്ങളുടെ MP പറഞ്ഞിട്ടല്ല ഈ ഫാക്ടറി നിങ്ങൾക്ക് നൽകുന്നത്, ഇവിടെ നിങ്ങൾ തോൽപ്പിച്ച സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ഈ തോക്ക് ഫാക്ടറി നൽകുന്നത്. അതായത് സ്മൃതി ഇറാനിയോടൊരു ഇഷ്ടമുണ്ടല്ലോ നരേന്ദ്രമോദിക്ക്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജനപ്രതിനിധിയോട് പോലും കാണിക്കേണ്ട മര്യാദ കാണിക്കാതെ അവിടെ ഒരു ഔദ്യോഗിക ചടങ്ങെന്ന് പറഞ്ഞ് പാർട്ടി പരിപാടി നടത്തിയ പ്രധാനമന്ത്രി. പിന്നെ ഭരണത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, 15 ലക്ഷം തരുമെന്ന് പറഞ്ഞ് കിട്ടിയോ? അന്ന് പലരും തെറ്റിദ്ധരിച്ചു. അടൂർ ബാസിയുടെ പാട്ടുണ്ടായിരുന്നു, 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും, കണ്ണടച്ച് താമരയിൽ കുത്തി കൊടുത്താൽ 15 ലക്ഷം കൂടെ പോരുമെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അവസാനം എന്തായി? പോക്കറ്റിലുണ്ടായിരുന്ന 5 പൈസ പോലും അടിച്ചു മാറ്റിയ സംഭവമാണ് കഴിഞ്ഞ 5 വർഷം രാജ്യത്തുണ്ടായത്. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടി. സാധാരണ തിരിച്ചാ വേണ്ടത്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില താഴോട്ട് പോകേണ്ടതാണ്. പക്ഷെ താഴോട്ട് പോയില്ല, അത് കുതിച്ചുയർന്നു. കാരണം കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. GST എന്നൊരു നിയമം കൊണ്ടുവന്ന് 29% വരെ ടാക്സ് ചുമത്തി. ഒരു ഹോട്ടലിൽ ചെന്ന് ദോശയും ചായയും പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വിലക്കയറ്റം രൂക്ഷമായി. 1000-ന്റെയും 500-ന്റെയും നോട്ട് പിൻവലിച്ചപ്പോൾ ബദൽ സംവിധാനം ഇല്ലാതായി. പകരം നോട്ട് ഇറക്കിയില്ല. പകരം നോട്ട് ഇറക്കി 1000-500 പിൻവലിച്ചിട്ട് അത് ചേഞ്ച് ആക്കാൻ ചെന്നവരോട് പറഞ്ഞ് 2000-ന്റെ നോട്ടുണ്ട് വേണമെങ്കിൽ തരാം. 1000-ന്റെ നോട്ട് പിൻവലിച്ചിട്ട് പകരം കൊടുക്കാനില്ല. അപ്പോഴാണ് പറഞ്ഞ് 2000-ന്റെ നോട്ട് തരാമെന്ന് പറയും. അങ്ങനെ എന്തെല്ലാം തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ. അപ്പോ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ, സാമ്പത്തിക തകർച്ച, സാംസ്കാരിക തകർച്ച, പ്രോട്ടോകോൾ തകർച്ച, ഇതിനെല്ലാത്തിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. ഒരു കാര്യം ഞാൻ പറയുന്നത്, വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്താണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, ഈ രാജ്യത്ത് അദ്ദേഹം ഏക സിവിൽ കോഡ് കൊണ്ടുവരും. 2, ഈ രാജ്യത്ത് അമേരിക്കൻ മോഡൽ പ്രസിഡൻഷ്യൽ ഭരണം അദ്ദേഹം ഏർപ്പെടുത്തും. അത് എന്ത് വില കൊടുത്തും തടയണം. അതിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ മതേതര സംവിധാനം ഈ രാജ്യത്തുണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഞാനതിന് ആ വാക്കുകൾ അടിവരയിടുക. ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം, നിങ്ങൾ ഈ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തിന്റെ മതേതരത്വം പിച്ചു ചീന്താൻ ശ്രമിക്കുന്ന BJPയെയും ഇതെല്ലാം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെയും നിങ്ങൾ ഒരേ കണ്ടുകൊണ്ട് കാണുന്നു. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച ഏറ്റവും വലിയ സാംസ്കാരിക ച്യുതി എന്ന് പറയുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണ്? ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇലക്ഷൻ കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടാക്കണമല്ലോ. രാഷ്ട്രപതി MP-മാരെ വിളിക്കും, ആർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് എന്ന് പരിശോധിക്കാൻ. കോൺഗ്രസിനെ ക്ഷണിക്കും. ഇലക്ഷൻ കാലത്ത് കോൺഗ്രസിനോടൊപ്പം സഖ്യമുണ്ടാക്കിയ സഖ്യകക്ഷികളെ വിളിക്കും. അവിടെ അതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കർണാടകത്തിൽ എല്ലാവരും തനിച്ച് മത്സരിച്ചു. BJP 1-ാം സ്ഥാനത്ത് വന്നു, ഭൂരിപക്ഷമില്ല.
2ാം സ്ഥാനം കോൺഗ്രസ്, 3ാം സ്ഥാനം ജനതാദൾ എസ്. അപ്പോൾ 2ാം സ്ഥാനത്തുള്ള കോൺഗ്രസും 3ാം സ്ഥാനത്തുള്ള ജനതാദൾ എസും ചേർന്നാൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP-യേക്കാൾ കൂടുതൽ MLA-മാരായി. ആ MLA-മാർ ഗവർണർ പോയി കണ്ടു, ഞങ്ങളെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഗവർണർ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സഖ്യമുണ്ടാക്കിയവരല്ല, അതുകൊണ്ട് നിങ്ങളുടെ സഖ്യത്തിന് എനിക്ക് വിളിക്കാൻ സാധ്യമല്ല. ഏറ്റവും വലിയ 1ാമത്തെ കക്ഷിയിനെയാണ് ഞാൻ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കാൻ പോകുന്നത്. സംഭവം നടന്നില്ല. കാരണം 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ യെദ്യൂരപ്പയുടെ കസാല തെറിച്ചുപോയി. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിനെയും കോൺഗ്രസിനോടൊപ്പം ഇലക്ഷൻ കാലത്ത് സഖ്യമുണ്ടാക്കിയ കേരളത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും തമിഴ്നാട്ടിൽ DMK-യും ഒക്കെ രാഷ്ട്രപതി ക്ഷണിച്ച് അവരുടെ തലയെണ്ണി നോക്കും. മറുഭാഗത്ത് BJP-യെയും തെരഞ്ഞെടുപ്പ് കാലത്ത് BJP-യോടൊപ്പം സഖ്യമുണ്ടാക്കിയ ഘടകകക്ഷികളെയും വിളിക്കും, അവരുടെ തലയെണ്ണി നോക്കും. ഇതിലാർക്കാണോ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ആ പാർട്ടിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കും. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ക്ഷണിക്കാത്തത്? അതായത് നിങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് രാഷ്ട്രപതി ചോദിക്കുമ്പോൾ ഒന്നുകിൽ കോൺഗ്രസ് മുന്നണിയിൽ എന്ന് പറയണം, അല്ലെങ്കിൽ BJP മുന്നണിയിൽ എന്ന് പറയണം. അതല്ലാതെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും രാഷ്ട്രപതി അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPM-ന്റെ തലയെണ്ണില്ല. തലയെണ്ണിയില്ലെങ്കിൽ പിന്നെ അവിടെ ഇവരയക്കുന്ന വേസ്റ്റ് അല്ലേ. അപ്പോൾ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയുടെ എണ്ണം കുറഞ്ഞാൽ ആ ഭാഗത്ത് CPM-നെ എണ്ണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ എണ്ണം കൂടുകാരുടെയാ BJP-യുടെ. അത് കൂട്ടണം. അതായത് നമ്മൾ ഈ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ വീടും ഭൂമിയും സ്ഥാവര ജംഗമ വസ്തുക്കളും ഭാഗം വെച്ചതിന് ശേഷം ആരും എണ്ണാത്ത ഒരു വസ്തുവുണ്ട്, കിണ്ടിയും കോളാമ്പി. അത് സാധാരണ ആരും എണ്ണില്ല, സ്വത്തിന്റെ കൂട്ടത്തിൽ അതിനെ കണക്കാക്കൂല. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കിണ്ടിയുടെയും കോളാമ്പിയുടെയും സ്ഥാനമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ അങ്ങനെ എണ്ണാത്ത ഒരു പാർട്ടിയെ ജയിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ? രണ്ടാമത്തത് 2004 ലോക്സഭ ഇലക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് CPM-കാർ ഈ സംസ്ഥാനത്ത് ജനങ്ങളോട് പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ തമ്മിൽ തർക്കമൊക്കെയുണ്ട്, പക്ഷെ ഡൽഹിയിൽ ചെന്നാൽ ഞങ്ങൾ ഇനി സോണിയാഗാന്ധി ഗവൺമെന്റ് ഉണ്ടാക്കിയാലും ഞങ്ങൾ പിന്തുണച്ചോളാം. ഡൽഹിയിൽ ചെന്നു 3.5 കൊല്ലം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 3.5 കൊല്ലം കഴിഞ്ഞപ്പോ ഒരാണവ കരാറിന്റെ പേര് പറഞ്ഞ് ആ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് മൻമോഹൻ സിംഗിന്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ BJP-യോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തു, സതീദേവി ഉൾപ്പെടെ. ആ കഥയൊന്നും ആരും മറന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇന്നലെ സഹോദരി ചെയ്ത തെറ്റ് നാളെ സഹോദരൻ ചെയ്യില്ല എന്നാര് കണ്ടു? അപ്പൊ ഇതെല്ലാം മറച്ചു വെക്കാൻ രാഷ്ട്രീയമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാതെ 24 മണിക്കൂറും എത്രയോ വർഷങ്ങളായി കേൾക്കുന്ന ഒരു പച്ചക്കള്ളം ഇങ്ങനെ ഇപ്പൊ 100% ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കോലീബി. നമ്മുടെ പിണറായി വിജയൻ രാത്രിയിൽ ഉറക്കം ഞെട്ടിയാലും കോടിയേരി ബാലകൃഷ്ണൻ ഉറക്കം ഞെട്ടുമ്പോഴും പറയുന്ന വാചകമാണ് ഈ കോലീബി. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് 1960-ൽ കോൺഗ്രസും മുസ്ലിം ലീഗും PSPയും ചേർന്നൊരു സഖ്യം. അതാണ് അന്ന് ഇവർ വിളിച്ച പേരാണ് കോലി-പി, കോൺഗ്രസ് ലീഗ് PSP. അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ കളിയാക്കി വിളിച്ചതാണ്. പിന്നെ PSP ഇല്ലാതായി. അപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോ Pക്ക് വരും B അങ്ങ് ചേർത്തു, അത്രയേ ഉണ്ടായുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആദ്യം പറഞ്ഞത് യഥാർത്ഥ സഖ്യമായിരുന്നു കോൺഗ്രസ് ലീഗ് PSP. പക്ഷേ ഇത് മാർക്സിസ്റ്റുകാരുടെ ഭാവനയിലുള്ള സഖ്യം മാത്രമാണ്, അല്ലാതെ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു എന്ന് അറിഞ്ഞ ഉടനെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ വരവായി കോലീബി. ഞാൻ 2 കാര്യം ഞാൻ പറയുന്നുള്ളൂ.
ഇന്ന് തിരുവനന്തപുരം നഗരസഭ, കേരളത്തിന്റെ തലസ്ഥാനമാണല്ലോ തിരുവനന്തപുരം. ഏറ്റവും വലിയ നഗരസഭയാണ് കേരളത്തിലെ, 100 സീറ്റാണ്. എൻ്റെ ഇപ്പോഴത്തെ നിയോജകമണ്ഡലം ഉൾപ്പെട്ട ഒരു കോർപ്പറേഷനാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ 24 വാർഡുകൾ ഉൾപ്പെടെ 100 വാർഡുകളുള്ള തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് മുന്നണിയാണ്, ഇടതുപക്ഷ മുന്നണിയാണ്. 100-ൽ ഇടതുപക്ഷത്തിന് 44 സീറ്റേ ഉള്ളൂ. 35 സീറ്റ് BJPക്ക്, 21 സീറ്റ് UDF. ഈ 35ഉം 21ഉം ചേർന്നാൽ 66ആയി. അല്ല 60. അങ്ങനെ വരുമ്പോൾ 66ആണോ വലുത് 44ആണോ വലുത്? 56. 35ഉം 21ഉം 56. 56ആണോ വലുത് 44ആണോ വലുത്? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി പറയും 56ആണ് വലുത്. പക്ഷേ എന്തുകൊണ്ട് 56 ആയില്ല? UDF ഒരു തീരുമാനമെടുത്തു, ഒരു കാരണവശാലും BJPയോടൊപ്പം ചേർന്ന് ഇടതു മുന്നണിയുടെ ഭരണത്തിനെ അട്ടിമറിക്കാൻ ഞങ്ങളില്ല എന്ന ഉറച്ച സ്റ്റാൻഡ് അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള UDF നേതൃത്വം കൈക്കൊണ്ട ഒറ്റ തീരുമാനം കൊണ്ടാണ് ഇന്ന് CPM-ന്റെ ഒരു മേയർ അവിടെ ഇപ്പോഴും ആ കസാലയിൽ ഇരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് കോലി ബി എന്ന് പറയുന്നത്? ഞങ്ങൾ മറിച്ചൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ആദർശങ്ങൾ പോയില്ലേ, നമ്മുടെ ആശയങ്ങൾ പോയില്ലേ? ഒരു നഗരസഭയ്ക്ക് വേണ്ടി പോലും ആശയങ്ങളിൽ വെള്ളം ചേർക്കരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോൽപ്പിച്ചത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണ്. RSSലൂടെ സംഘപരിവാറിലൂടെ വന്ന അവരുടെ നേതാവ് കുമ്മനം രാജശേഖരനെയാണ് ഞാൻ പരാജയപ്പെടുത്തിയത്. അങ്ങനെ പരാജയപ്പെട്ടിട്ട് പോലും എന്നോടുള്ള വിരോധം BJPക്കാർക്ക് ഇന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ വിജയത്തിനെ ചോദ്യം ചെയ്ത് അവർ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ഹൈക്കോടതി പറഞ്ഞ് വിചാരണ നടത്താമെന്ന് പറഞ്ഞു. എനിക്ക് ചെറിയ സംശയം തോന്നി. അതിപ്പോൾ KM ഷാജിക്കൊക്കെ പറ്റിയപ്പോൾ എനിക്ക് പറ്റിയില്ല. ഞാൻ നേരെ പോയി സുപ്രീം കോടതിയിൽ. എനിക്ക് മനസ്സിലായി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഫൗൾ കണക്കുണ്ട്. ഞാൻ നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി നടപടികൾ സ്റ്റേ ചെയ്തു. ആ സ്റ്റേയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. ഒരു സുപ്രീം കോടതിയിൽ ഒരു ദിവസം കേസ് നടത്താൻ ലക്ഷങ്ങൾ കൊടുക്കണം. അങ്ങനെ ഇപ്പോഴും ഞാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും സംഘപരിവാറുകാരുമായിട്ട് ഒരു ധാരണയും ഉണ്ടാക്കാൻ സാധ്യമല്ല. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ അവരുടെ വോട്ട് വേണ്ട. മിനിഞ്ഞാന്ന് തലശ്ശേരി കോടതിയിൽ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ RSSകാർ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ വോട്ട് വേണ്ട, അവർ പ്രതികളായിട്ട്. അപ്പം ഞാൻ എല്ലാവരോടും വോട്ട് ചോദിച്ചു, പ്രതികളോടും വോട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ RSSകാരാണ്, ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേസമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനും കുമ്മനം രാജശേഖരനും എത്ര തവണ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഞാൻ നിയമസഭയിൽ ചോദിച്ചൊരു ദിവസം 2017 ഫെബ്രുവരി മാസം 12-ാം തീയതി രാത്രി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ VIP മുറിയിൽ വെച്ച് നിങ്ങൾ കുമ്മനം രാജശേഖരനുമായി നടത്തിയ ചർച്ച എന്തായിരുന്നു എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്താ അറിയോ? കണ്ണൂരിലെ സമാധാന ചർച്ച ഞാൻ നടത്തിയതാണ്, കണ്ടുപിടിച്ചതാണ്. അത് രഹസ്യ ചർച്ചയായിരുന്നു. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് എന്നോട് വിവരം പറഞ്ഞു, ഇന്ന ദിവസം ഇത്ര മണിക്ക് കൂടിക്കാഴ്ചയുണ്ടായി. ഞാൻ ഇതേ കാര്യം നിയമസഭയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂരത്തെ രാഷ്ട്രീയത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ചർച്ചയാണ്. നേരെ മറിച്ച് BJPക്കാരുള്ള വഴിയിൽ കൂടെ മറ്റോ നമ്മൾ നടന്നാൽ അപ്പം പറയും കോലി ബി. ആ വഴിക്ക് നടന്നാൽ മതി, അവരടുത്തേക്ക് പോകണ്ട. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇതൊന്നും ഈ മണ്ണിൽ ചെലവാകില്ല. ഈ മണ്ണിൽ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണം. നാദാപുരമൊക്കെ ഒരുപാട് നിരപരാധികളുടെ ചോര വീണിട്ടുള്ള മണ്ണാണ്. വടകര താലൂക്കും കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡൊക്കെ എത്ര ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടു. ഇവിടെ CPM സ്ഥാനാർത്ഥിക്ക് എന്താ പറയേണ്ട, അദ്ദേഹത്തിനെ വെട്ടേറ്റുമൊക്കെ ശരിയാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. RSSകാരാ ചെയ്തത് തെറ്റാണെന്ന് നമ്മളൊക്കെ അന്ന് ഏകസ്വരത്തിൽ പറഞ്ഞു. പക്ഷെ RSSകാരൻ വെട്ടിയതിന് പാവം അരിയിൽ ഷുക്കൂർ എന്ത് മേടിച്ചു? ആ കുട്ടിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടല്ലോ. എന്തിനാ കുട്ടിയെ നടു റോട്ടിലിട്ട്
പട്ടിയെ തല്ലുന്ന പോലെ എന്തിനു തല്ലിക്കൊന്നു? ഈ കേരളത്തിൽ ഏറ്റവും അധികം ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഉണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ എന്തിനാ 15 വയസ്സുള്ള കുട്ടിയെ ഇല്ലാതാക്കി? ആ കുട്ടി എന്ത് തെറ്റായത്? ഇന്ന് ആ കുട്ടിയുടെ മുഖം നിങ്ങൾ കാണുന്നില്ലേ? എന്തൊരു പ്രതീക്ഷയായിരിക്കും ആ കുട്ടിയെ കുറിച്ച് ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നത്? അന്ന് എവിടെ പോയി നിങ്ങളുടെയൊക്കെ ന്യൂനപക്ഷ പ്രേമം? നിങ്ങളെ കൊല്ലുമ്പോൾ നോക്കിയോ? ആ കുട്ടിയെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് നോക്കി അന്ന് നിങ്ങൾക്ക് എന്താ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല? അതിനുശേഷം സ്വന്തം പാർട്ടിക്കാരനായ അതുവരെ പാർട്ടിയോടൊപ്പം നിന്ന TP ചന്ദ്രശേഖരനെ കൊന്നു. ഇപ്പൊ നമ്മളൊക്കെ പഞ്ചായത്ത് ഇലക്ഷനിലും മുനിസിപ്പൽ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ TP ചന്ദ്രശേഖരൻ നമുക്കെതിരായിട്ട് ശക്തമായി പ്രവർത്തിച്ച കാലത്തും നമ്മളൊക്കെ ആശയപരമായിട്ട് മാത്രമേ അവരെ നേരിട്ടിട്ടുള്ളൂ, കായികമായിട്ട് നമ്മൾ നേരിട്ടിട്ടില്ല. പക്ഷെ സ്വന്തം പാർട്ടിയുടെ ഇടതുപക്ഷ വ്യതിയാനത്തിനെതിരെ ശക്തമായി ചോദ്യം ചെയ്തതിന്റെ പേരിൽ ചന്ദ്രശേഖരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാളെ കൊലംകുത്തി എന്ന് വിളിച്ചു. അച്യുതാനന്ദൻ പോലും സഖാവെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോ പിണറായി പറഞ്ഞു കൊലംകുത്തികൾ ഈ പാർട്ടിയിൽ വേണ്ട. അവസാനം 51 വെട്ടുവെട്ടി ആ വ്യക്തിയെ ഇല്ലാതാക്കി. അന്ന് UDF ഭരിച്ച ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പ്രതികൾ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇന്നായിരുന്നെങ്കിലോ ഷുഹൈബിനെ കൊന്ന പ്രതികളെ കിട്ടിയിട്ടുണ്ടോ? എപ്പോഴും യഥാർത്ഥ പ്രതികളെ കിട്ടിയോ? കൃപേഷിനെയും ശരത്ലാലിനെയും ഒരു പീതാംബരം മാത്രം കൊന്നു എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 2 ചെറുപ്പക്കാരെ, നല്ല തടിമിടുക്കുള്ള 2 ചെറുപ്പക്കാരെ ഒരു പീതാംബരം ചെന്നിട്ട് തലയിലും കയ്യിലൊക്കെ വെട്ടി കൊന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും? ആ രീതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിർബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് ആദ്യമൊക്കെ കാര്യമായിട്ട് അന്വേഷിച്ചു. അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് സംശയം ഉണ്ടായപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി പാർട്ടിക്കാരെ കൊണ്ടുവച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ പല കേസുകളും CBI വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ഇത് കുഞ്ഞനന്ദനിൽ മാത്രം നിൽക്കില്ല, പീതാംബരനിൽ മാത്രം നിൽക്കില്ല. ഇത് ചിലപ്പോൾ അങ്ങേ അറ്റം വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസിനെ തളർത്താൻ CBIക്ക് വിടാതിരിക്കാൻ നിയമ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നിരപരാധികളെ കൊന്ന ഈ മണ്ണിൽ ഇനി മനുഷ്യരക്തം വീഴാൻ പാടില്ല. വികസനം എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്തവരെ വെട്ടിക്കൊല്ലുന്ന ഏർപ്പാട് ഇനി ഈ മണ്ണിലുണ്ടാവില്ല. അതിലെ അവസാനത്തെ ഉദാഹരണമാണ് CKG കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം. കൊലപാതകത്തിന്റെ മറ്റൊരു മുഖം. രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിലുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ കോളേജിന്റെ അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനം. അതെനിക്ക് അത്ഭുതമില്ല. CK കോയിനായർ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ആദർശത്തിന്റെ രൂപമായിരുന്നു അദ്ദേഹം. ഞാൻ ഓർക്കുന്നു, ഡോക്ടർ KG അടിയോടി പേരാമ്പ്ര MLA-യും ധനകാര്യമന്ത്രിയുമായിരുന്ന സമയത്താണ് ഒരു ബഡ്ജറ്റ് അവതരണത്തിന്റെ തലേന്ന് അന്ന് ലീഡർ K കരുണാകരനോട് പറഞ്ഞു, ലീഡറെ ഞാൻ എല്ലാ MLA-മാരും ചോദിച്ച കോളേജൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ് ഇല്ല, അതൊരു സാങ്ഷൻ എനിക്ക് തരണം. അന്ന് കൊയിലാണ്ടി MLA ആയിരുന്ന ശ്രീ നാരായണൻ നായർ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കോളേജ് വേണം. വന്ന K കരുണാകരൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, തൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു കോളേജ് ഇരിക്കട്ടെ, ഒരു കോളേജ് നാരായണൻ നായർക്കും കൊടുക്കുക. പേരാമ്പ്രയിലുള്ളത് CK കോയിനായർക്കും പേര് കൊടുക്കണം. കൊയിലാണ്ടിയിൽ ഈ മുന്നണി രൂപീകരിക്കാൻ മുൻകൈയെടുത്ത അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളുടെ പേര് കൊടുക്കണം എന്ന് അന്ന് നിർദ്ദേശിച്ചത് ലീഡർ K കരുണാകരൻ. ആ കോളേജിൽ നമ്മൾ ചെന്നിട്ടാണ് നമ്മളെ തടഞ്ഞത്. എന്നിട്ട് പറയാം ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ്. ഞാൻ ചോദിക്കട്ടെ, ചെകുവരയ്ക്കോ EMS-നോ വല്ല പങ്കും അതിലുണ്ടോ? K കരുണാകരനും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ നൽകിയ കോളേജിന്റെ അകത്ത് കയറിയിട്ട് പറയാണ് ഇത് ഞങ്ങളുടെ തറവാടാണെന്ന്. AKGയുടെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനത്തിന് അവിടെ ചെന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തടഞ്ഞവൻ ജീവനോടെ പോയില്ലല്ലോ. ഞാൻ KSUവിന്റെയും MSF-ന്റെയും കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കുട്ടികളെ നിങ്ങളൊന്നും ചെയ്യണ്ട,
കാരണം നമ്മൾ പോരാടുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടാണല്ലോ. അവിടെ മുദ്രാവാക്യം വിളിക്കുന്നവരെ വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ നല്ല തടിമിടുക്കുള്ള KSUവിൻ്റെയും MSFിൻ്റെയും കുട്ടികളാണ് എൻ്റെ കൂടെ ഉണ്ടായത്. നമ്മുടെ നയമല്ല. കാരണം നമ്മൾ അങ്ങോട്ടിട്ട് രണ്ട് തല്ല് തല്ലിയാൽ ജനങ്ങൾ ചോദിക്കില്ലേ പിന്നെ നിങ്ങൾ LDF ആയിട്ട് എന്താ വ്യത്യാസം? നമ്മൾ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് പോരാടുമ്പോൾ ആരെങ്കിലും കയറി രണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കേട്ടിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ നിന്നാൽ നമ്മൾ അവരായിട്ട് പിന്നെ വല്ല വ്യത്യാസമുണ്ടോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാണ് ഇവരുടെ നിലപാടെന്ന് പറയും. ഈ നിലപാടുകളൊക്കെ ചർച്ച ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടില്ലേ? വ്യക്തമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് അദ്ദേഹം പുറത്തിറക്കി. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനമുണ്ട്. പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം 72,000 രൂപ വീതം വരാൻ പോവാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും. സ്വന്തം പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോവാണ്. ആദ്യമായിട്ടൊരു വകുപ്പ്, പുതിയ വകുപ്പ് രൂപീകരിക്കാൻ പോവാണ്, ഫിഷറീസ് വകുപ്പ്. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല ആവശ്യമായിരുന്നു ഞങ്ങൾക്കൊരു വകുപ്പ് വേണം. എന്താ വകുപ്പിന്റെ പ്രത്യേകത? ഇതുവരെ കൃഷി വകുപ്പിന്റെ കീഴിലായിരുന്നു ഫിഷറീസ് വകുപ്പ്, ഇവിടെയല്ല കേന്ദ്രത്തിൽ. അപ്പോ കൃഷി വകുപ്പിന് അനുവദിക്കുന്ന തുക അതെല്ലാം ഈ ഫിഷറീസിന് കിട്ടുന്നതിലൊക്കെ കൃഷിയിലേക്ക് പോവുക. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര വകുപ്പ് വേണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരെ തൃപ്രയാർ വെച്ച് ഫിഷർമാൻ പാർലമെന്റിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, UPA സർക്കാർ അധികാരത്തിൽ വന്നാൽ ഫിഷറീസ് വകുപ്പ് സ്വതന്ത്ര വകുപ്പായിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നിയമസഭയിലും ലോകസഭയിലും മാത്രമല്ല, സർക്കാർ വിദ്യാലയങ്ങളിലും 33% വനിതകൾക്ക് സംവരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭയിലും പാർലമെന്റിലും വന്നതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും തൊഴിലൊന്നും അല്ലല്ലോ. സർക്കാർ സർവീസിൽ തൊഴിൽ കിട്ടാൻ സ്ത്രീകൾക്ക് 33% സംവരണം പ്രഖ്യാപിച്ചു. അതെന്ന് പ്രഖ്യാപിച്ചു, മിനിമം വേജസ് വർദ്ധിപ്പിച്ചു. അപ്പൊ വ്യക്തമായ ഒരു ദിശാബോധത്തോടുകൂടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ അദ്ദേഹം നമ്മുടെ വയനാട് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോ നമുക്കെല്ലാം വളരെ സന്തോഷമായി. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്യാൻ കേരളത്തിന് ഒരു സൗഭാഗ്യം കിട്ടുക. സ്വാഭാവികമായിട്ടും അതിന് അല്പം നമുക്കും ചില സ്വാർത്ഥതയുണ്ട്. കാരണം പക്രന്തളം വഴി ആ വികസനം വരുമ്പോ കാവിലമ്പാറ വഴി അങ്ങോട്ട് വരുമല്ലോ വടകര പാർലമെന്റിൽ, എല്ലാവർക്കും വലിയ സന്തോഷമായിട്ട്. ആ നേരത്താണ് BJP-കാരൻ പറഞ്ഞാൽ മനസ്സിലാക്കുക, സ്മൃതി ഇറാനിയുടെ വികസനം കണ്ട് ഭയപ്പെട്ടിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതെന്ന് നമ്മുടെ സ്വരാജ് MLA ഇന്നലെ ചാനലിൽ പറയാം, ഏഷ്യാനെറ്റ് ചാനൽ. ഇപ്പൊ സ്മൃതി ഇറാനിയെ ഇഷ്ടപ്പെടുന്നത് നരേന്ദ്രമോദി മാത്രമല്ല, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഉണ്ട് എന്ന് ഇന്നലെയാണ് മനസ്സിലായത്. ഞാൻ ഇന്നലെ വാർത്ത കേട്ട് എനിക്ക് ചിരി വന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നാൽ കോൺഗ്രസിനെ കൂടെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു സഖ്യം ഉണ്ടാക്കേണ്ടി വരും എന്ന് ചില മാർക്സിസ്റ്റുകാരൻ ഭീഷണിപ്പെടുത്തി അത്രേ. ഇത് കേട്ടാ തോന്നി ഈ സാധനം എവിടെയുണ്ട്? ബംഗാൾ എടുക്കാ ചെറുക്കായി കോൺഗ്രസിന്റെ പിന്നാലെ നടക്കുക, സഖ്യമാവാം. മറ്റേ മഹാരാഷ്ട്രയിൽ ചെന്ന് പവാർ ചവിട്ടി പുറത്താക്കി. ഈ ഭാഗത്ത് കണ്ടുവരും നിങ്ങളെ കൊണ്ട് കൂട്ടുകൂടിയിട്ട് കേരളത്തിൽ തന്നെ ഞാൻ ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അവിടെ ചോദിച്ചാൽ സീറ്റ് തരില്ല, എന്നിട്ട് എൻ്റെ അടുത്ത് സീറ്റ് വരികയെന്ന് പറഞ്ഞിട്ട് കിടക്ക് പുറത്തു പോകും. ലാലു പ്രസാദ് യാദവിനെ ജയിലിൽ പോയി കണ്ടു. ലാലു പ്രസാദ് പറഞ്ഞു നമ്മൾ തമ്മിൽ ചേരില്ല, ഞാൻ കോൺഗ്രസുമായിട്ടൊക്കെ സഖ്യം ഉണ്ടാക്കി, നിങ്ങൾ എൻ്റെ കൂടെ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പൊ ഒരിടത്തും വേണ്ടാത്ത രാഷ്ട്രീയത്തിൽ ഭിക്ഷാന്തേഹിയായി നടക്കുന്നൊരു പാർട്ടി പറയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ കോൺഗ്രസിനെയും കൂടെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്കൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇത്ര ദയനീയമായല്ലോ CPM-ന്റെ സ്ഥിതി എന്ന് മാത്രമേ ഞാൻ പറയൂ. ഏതായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ല, നല്ല ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പക്ഷെ അത് മുഴുവൻ നമുക്ക്
ഏപ്രിൽ മാസം 23-ാം തീയതി അത് വോട്ടാക്കി മാറ്റാൻ കഴിയും. അതിനടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ ദിവസം എല്ലാ സഹോദരിമാരും സഹോദരിമാരോടാണ് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കാം, എല്ലാവരും കാലത്ത് തന്നെ വോട്ട് ചെയ്യാൻ പോകണം. ചിലപ്പോൾ വിചാരിക്കും നല്ല ചൂടാണല്ലോ, ചിലപ്പോൾ ഈ മഴ പെയ്തില്ലെങ്കിൽ ചൂടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. എന്നാൽ വെയിലൊക്കെ നാലിയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മണി വരെ സമയമുണ്ടല്ലോ, ഒരു 4-4:30 പോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങളവിടെ ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുക ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ചിലപ്പോൾ പരേതാത്മാക്കൾ വരെ വന്നിട്ട് വോട്ട് ചെയ്യും. 978 മരണപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി മാഷ്. 81 തൃശ്ശൂരെ ഒരു സഹകരണ ബാങ്കിൽ ഇലക്ഷൻ നടന്നപ്പോൾ ഈ മുണ്ടശ്ശേരി മാഷ് അവിടെ ഒന്ന് വോട്ട് ചെയ്തു. 81 78 മരണപ്പെട്ടു, 81 വോട്ട് ചെയ്തു. അതുപോലെ മരിച്ചുപോയ CMPയുടെ നേതാവുണ്ട് ബാലൻ മാഷ്, അദ്ദേഹം പോളിംഗ് ഒരു സഹകരണ ബാങ്ക് ഇലക്ഷൻ തന്നെയായിരുന്നു. അദ്ദേഹം നോക്കി നിൽക്കിയ ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയുടെ പേര് വിളിച്ച് കേട്ടപ്പോൾ ബാലൻ മാഷ് ഞെട്ടിപ്പോയി. കാരണം മാഷ ഭാര്യയുടെ പേരാണ് വിളിച്ചത്, വന്നത് വേറെ സ്ത്രീയാണ്. അപ്പോൾ ബാലൻ മാഷ് പറഞ്ഞു ഇതെൻ്റെ ഭാര്യയല്ല. എന്നാൽ പിന്നെ ഇന്ന് ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഈ സ്ത്രീ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ, കൂടുതൽ വർത്തമാനം പറയാം. അതാണ് മാർക്സിസ്റ്റുകാരൻ്റെ ജനാധിപത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പരേതാത്മാക്കൾ ഇറങ്ങുന്നതിന് മുമ്പ് പരേതാത്മാക്കൾ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ UDFന് വോട്ട് ചെയ്യും. അതുകൊണ്ട് ജീവിച്ചിരിപ്പുള്ള ഞാനും നിങ്ങളൊക്കെ നേരത്തെ വന്ന് വോട്ട് ചെയ്ത് UDFന്റെ വിജയം നമുക്ക് അരക്കിട്ടുറപ്പിക്കണം. ഈ നിയോജക മണ്ഡലം UDF നിലനിർത്തണം. 10 വർഷം ഈ നിയോജക മണ്ഡലത്തിൽ മികച്ച പാർലമെന്റേറിയനായി പ്രവർത്തിച്ച ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഭാവിയിൽ നടപ്പാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച വികസനങ്ങൾ, അത് പൂർത്തീകരിക്കാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച നാദാപുരത്തെ UDF പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്, ജയ് UDF.